നെല്ല് സംഭരണത്തിന് 353 കോടി രൂപ സർക്കാർ അനുവദിച്ചു എന്ന വാർത്തയാണത്. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് ഈ തുക അനുവദിച്ചത്. നെല്ല് സംഭരണത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവില സഹായ കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് ഈ സംസ്ഥാനം അടിയന്തരമായി ഇപ്പോൾ ഈ തുക അനുവദിച്ചത്. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്തിന്റെ വിവരങ്ങളുമായി ചേരുന്നത്. ഉമേഷ്, ഇത് ആശ്വാസ തീരുമാനമാണ്. ഇപ്പോൾ ഈ നടപടി 353 കോടി രൂപ സംസ്ഥാന സർക്കാർ ഈ നെല്ല് സംഭരണത്തിനായി തീരുമാനം അനുവദിക്കുന്നു. അത് ഏത് രീതിയിലാണ് കർഷകർക്ക് ഉപയോഗപ്പെടുക സാധിക്കുക? ഇപ്പോൾ തന്നെ കുടിശ്ശിക, അതായത് 2017 മുതലുള്ള കുടിശ്ശിക 835 കോടി രൂപ കൊടുക്കാനുണ്ട്. ഈ കുടിശ്ശിക നിലനിൽക്കുമ്പോഴാണ് വീണ്ടും അടിയന്തരമായി 353 കോടി രൂപ നെല്ല് സംഭരണത്തിന്റെ സബ്സിഡി ഇനത്തിൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് നെല്ല് സംഭരണത്തിൽ പക്ഷേ കർഷകർക്ക് കുടിശ്ശിക ഉണ്ടാകാത്ത രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണം നേരത്തെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. അതായത് PRS വായ്പ രീതിയിൽ നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ അതിന്റെ തുക കർഷകർക്ക് ലഭിക്കും. പക്ഷേ അത് ബാങ്ക് വായ്പ എന്ന നിലയിലായിരിക്കും. ബാങ്കിന്റെ വായ്പയുടെ പലിശയും സബ്സിഡിയുടെ പലിശയുമെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയായിരിക്കും. ആ രീതിയിലാണ് നിലവിൽ നടന്നു പോകുന്നത്. അതേസമയം കുടിശ്ശിക, ബാങ്കുകൾക്ക് നൽകേണ്ട വായ്പാ കുടിശ്ശിക അടക്കം നിലവിൽ വലിയ തുകയായി മാറിയിരുന്നു. എന്തായാലും നിലവിൽ 353 കോടി രൂപ അനുവദിച്ചതോടുകൂടി ഈ കുടിശ്ശിക ഒരു വലിയ പരിധിവരെ തീർക്കാനാകും. അതുകൊണ്ട് തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ കുടിശ്ശിക തീർത്ത് മുന്നോട്ട് പോകാനുമാകും. ഈ കർഷകർക്ക് എന്തായാലും നേരത്തെ തന്നെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഈ പലിശ ഉയരുന്നത് ഏതെങ്കിലും രീതിയിൽ കർഷകരെ ബാധിക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ വർഷം നേരത്തെ തന്നെ 225 കോടി രൂപ അനുവദിച്ചിരുന്നു. ബജറ്റിൽ 577 കോടി 50 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. ആ തുക മുഴുവൻ ഇപ്പോൾ കൊടുത്തു തീർത്തിട്ടുണ്ട്. വിജയകുമാർ. യെസ്, 353 കോടി അനുവദിച്ചിട്ടുണ്ട് സർക്കാർ. ഇപ്പോൾ കുടിശ്ശിക തീർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടാത്ത സാഹചര്യത്തിൽ താങ്ങുവില കുടിശ്ശിക അനുവദിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്രത്തിൻ്റേത് കിട്ടാൻ ബാക്കിയുണ്ട്. സംസ്ഥാന സർക്കാർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം PRS ഒക്കെ വലിയ ചർച്ചയായതാണ്. നേരത്തെ കുട്ടനാട്ടിൽ ഒരു കർഷകന്റെ ആത്മഹത്യയും ഒക്കെയായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയായതാണ്. അന്നും ഇത് സംസ്ഥാനമാണോ കേന്ദ്രമാണോ, കേന്ദ്രവിഹിതം എവിടെ, സംസ്ഥാനത്തിൻ്റെ വിഹിതം എവിടെ, അങ്ങനെ വലിയ ചർച്ചകളാണ്. വീണ്ടും ആ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് എന്തായാലും കിട്ടിയതാവട്ടെ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാം. അത് കർഷകർക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ, അവരുടെ കണ്ണീരൊപ്പാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.